ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാഗവതത്തിലെ വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു കഥാഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഏതാണ്ട് 9 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യശോദയെയും വസുദേവരെയും ഗോപന്മാരെയും രാധാറാണിയെയും ഒക്കെ വിട്ടിട്ട് മധുരയിലേക്ക് പോയത്. പിന്നീടുണ്ടായ ഭഗവാന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കംസനെ വധിക്കുന്നു, ഉഗ്രസേനനെ രാജാവാക്കുന്നു, പിന്നീട് മധുര വിട്ടിട്ട് ദ്വാരക എന്ന നഗരം സ്ഥാപിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഭഗവാന്റെ വിവാഹങ്ങൾ, കൊച്ചുമക്കൾ, ഇതൊക്കെ പറഞ്ഞു. ഭഗവാൻ മധുരയിലേക്ക് പോയ സമയത്ത് തൻ്റെ അമ്മയോടും അച്ഛനോടും, അതായത് യശോദാറാണിയോടും നന്ദഗോപരോടും തൻ്റെ പ്രിയപ്പെട്ട ഗോപന്മാരോടും രാധാറാണിയോടും ഒന്നും തന്നെ യാത്ര പറയാതെയാണ് പോയത്. ഇതുവരെ പിന്നീട് ഭഗവാൻ അവരെ കണ്ടിട്ടില്ല, അവർ ഭഗവാനെയും കണ്ടിട്ടില്ല. അവർ കാണാൻ പോകുന്നു. ആ മനോഹരമായ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി ഈ കഥ മുഴുവനും കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നമുക്ക് കഥാഭാഗത്തിലേക്ക് പോകാം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ മാതാവിനോടും പിതാവിനോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടി സർവ ഐശ്വര്യങ്ങളോടും കൂടി അങ്ങനെ വാഴുന്ന ആ കാലത്ത് അപൂർവമായ ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. മാഘമാസത്തിലെ ശ്രാവണ നക്ഷത്രവും അമാവാസിയും ഞായറാഴ്ചയും ചേർന്നുള്ള ഒരു പുണ്യ ദിവസത്തിലായിരുന്നു ആ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അത്യപൂർവമായ ഒരു സൂര്യഗ്രഹണമാണ് അന്ന് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സ്യമന്തക പഞ്ചകത്തിൽ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിച്ചേരുന്നതിനായിട്ട് തീരുമാനിക്കുന്നു. അവരെല്ലാവരും സ്യമന്ത പഞ്ചകത്തിൽ വന്ന് സമ്മേളിച്ച് പൂജാതി കർമ്മങ്ങളും പിതൃകർമ്മങ്ങളുമൊക്കെ നടത്തുവാനായിട്ട് തീരുമാനിക്കുന്നു. എന്താണ് സ്യമന്ത പഞ്ചകം? പണ്ട് പരശുരാമൻ 21 വട്ടം ക്ഷത്രിയ രാജാക്കന്മാരെ വധിച്ചിട്ട് അവരുടെ രക്തം കൊണ്ട് നിർമ്മിച്ചതാണ് ആ തീർത്ഥം. അങ്ങനെയുള്ള ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു തർപ്പണങ്ങൾ അർപ്പിച്ചാൽ സർവ്വപാപങ്ങളും തീരുമെന്നും ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും മഹാബ്രാഹ്മണരും താപസന്മാരും വിധിച്ചു. അതനുസരിച്ച് ഇവരെല്ലാവരും, അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന സകലമാന ജനങ്ങളും ഈ സൂര്യഗ്രഹണ ദിവസം സ്യമന്ത പഞ്ചകത്തിൽ വന്ന് സമ്മേളിച്ച് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി തീരുമാനിച്ചു. ഹസ്തിനാപുരത്തിൽ നിന്നും ദുര്യോധനൻ, ദുശാസനൻ, ധൃതരാഷ്ട്രർ, വിതുരർ തുടങ്ങിയ കൗരവന്മാരും അവരുടെ ഭാര്യമാരും മാതാക്കളും ഭീഷ്മർ, ദ്രോണർ, ശല്യർ, കൃപർ തുടങ്ങിയ ഗുരുജനങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും പാണ്ഡവരും അവരുടെ മാതാവായ കുന്തിദേവിയും പാഞ്ചാലി തുടങ്ങിയ ഭാര്യമാരും ബന്ധുക്കളും ദ്വാരകയിൽ നിന്ന് ഉഗ്രസേനൻ, ശൂരസേനൻ, വസുദേവർ, കൃഷ്ണൻ, രാമൻ തുടങ്ങിയവരും അവരുടെ ഭാര്യമാരും ദേവകി, രോഹിണി തുടങ്ങിയ മാതാക്കളും
വൃന്ദാവന ഗോകുലത്തിൽ നിന്നും നന്ദഗോപർ, ഉപനന്ദൻ തുടങ്ങിയ ഗോപന്മാരും യശോദാറാണി, രാധാറാണി തുടങ്ങിയ ഗോപ വനിതകളും മറ്റുള്ള പല ഗോത്രക്കാരും പല പല തേരുകളിലായും ശകടങ്ങളിലായും അവിടെ എത്തിച്ചേർന്നു. ധാരാളം ആളുകൾ കാൽനടകളായും അവിടെ എത്തിച്ചേർന്നു. ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു അവിടെ. എല്ലാവരും തീർത്ഥസ്നാനം ചെയ്ത് പിതൃകർമ്മങ്ങളും ദാനങ്ങളും നടത്തി ഉപവാസം അനുഷ്ഠിച്ചു. വളരെ കാലമായി വേർപെട്ടിരുന്ന ബന്ധുക്കളെ കണ്ട് കുശലപ്രശ്നങ്ങൾ ചെയ്ത് എല്ലാവരും ഓർമ്മ പുതുക്കി. കൃഷ്ണൻ്റെ പത്നിമാർ പാഞ്ചാലിയോടും കുന്തിയോടും വിശേഷിച്ച് യശോദയോടും സംഭാഷണം നടത്തി. കുന്തി കൃഷ്ണനെ വന്നുകണ്ട് വാത്സല്യപൂർവം ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചു. കാരണം എന്താണ്? അപ്പച്ചിയാണ്. വസുദേവരും സഹോദരിയെ വന്നുകണ്ട് കുശലം അന്വേഷിച്ചു. ആരാണ് സഹോദരി വസുദേവരുടെ? കുന്തി. ദേവകിയും യശോദയും വളരെ നേരം തങ്ങളുടെ ഓമൽ പുത്രനായ കൃഷ്ണനെക്കുറിച്ച് സംസാരിച്ച് കണ്ണുനീർ തൂകി. കൃഷ്ണൻ ധർമ്മപുത്രരോടും ദുര്യോധനനോടും ഒരേപോലെ സൗഹാർദ്ദപരമായി പെരുമാറി. പാണ്ഡവർ പ്രത്യേകം കൃഷ്ണനെ വന്നുകണ്ട് തങ്ങളുടെ ഭക്തിയും സ്നേഹവും പ്രകടിപ്പിച്ചു. ദുര്യോധനൻ രാമനെ സന്ദർശിച്ച് വണങ്ങി. കാരണം എന്താണ്? ഗുരുവാണ്. ധൃതരാഷ്ട്രരും ഉഗ്രസേനനും തമ്മിൽ പരസ്പരം വിശേഷങ്ങൾ പറഞ്ഞു. ഭീഷ്മരും വിതുരരും കൃഷ്ണനെ സന്ദർശിച്ച് തങ്ങളുടെ സ്നേഹ ആദരവുകൾ പ്രകാശിപ്പിച്ചു. അങ്ങനെ എല്ലാവരും തമ്മിലും പരസ്പരം കണ്ടുമുട്ടി ലോഹ്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള തീർത്ഥാടന വേളകൾ ബന്ധുക്കളെ പരസ്പരം കാണുന്നതിനും സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നതിനുമുള്ള വേദിയായിരുന്നു അന്നും ഇന്നും. ഹരേ കൃഷ്ണ. നമ്മൾ മഹാകുംഭമേള അല്ലേ, ആ സമയത്ത് ഒരുപാട് നഗ്നസന്യാസിമാരൊക്കെ അവിടെ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സന്യാസി വർഗങ്ങൾ വരും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം സന്യാസിമാരാണ് കുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. പല രീതിയിലുള്ളവർ. അവിടെ വെച്ച് ഇവർ പരസ്പരം സംസാരിക്കുമെന്നും ആശയവിനിമയം നടത്തുമെന്നും അവരുടെ തലവന്മാരെ നിശ്ചയിക്കുമെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഈ കുംഭമേള സമയത്താണ് ഓരോ ദേശത്തും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർ പരസ്പരം അറിയുന്നത്, പങ്കുവെക്കുന്നത്. കാരണം പല സന്യാസി വർഗങ്ങളും ഇന്നും ഹിമാലയത്തിൻ്റെയൊക്കെ ഓരോ ഗുഹകളിലാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹാസമ്മേളനമാണ് ഇവിടെയും ഇപ്പോൾ നടന്നത്. എത്രയെത്ര ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് നോക്കൂ. അങ്ങനെ എല്ലാവരും തമ്മിൽ പരസ്പരം സംസാരിച്ച് സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചു. നന്ദഗോപർ യാദവ ശ്രേഷ്ഠന്മാരുമായി സംസാരിച്ചു. അവരുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കി. വസുദേവർ തൻ്റെ ആത്മബന്ധുവായ നന്ദഗോപരെ സ്നേഹപുരസ്സരം ആലിംഗനം ചെയ്ത് പഴയ കാര്യങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു. കൃഷ്ണനായിരുന്നു അവരുടെയും പ്രധാന സംസാര വിഷയം. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മയെയും അച്ഛനെയും കാണാനായി പോവുകയാണ്. ആരാണ് തൻ്റെ അച്ഛനും അമ്മയും? നന്ദഗോപരും യശോദയും. നന്ദഗോപൻ്റെയും യശോദയുടെയും മുമ്പിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ കടന്നു വരികയാണ്. അവരെ കണ്ണൻ തൊഴുതു. യശോദ കണ്ണനെ ചേർത്ത് പിടിച്ച് മടിയിലിരുത്തിക്കൊണ്ട് കണ്ണുനീർ തൂകിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നുമകനെ കണ്ണ, നിന്നെ എത്ര നാളായി കണ്ടിട്ട്. ഈ അമ്മയെ നീ മറന്നു കളഞ്ഞല്ലോ.
കംസവധത്തിനു വേണ്ടി അക്രൂരൻ്റെ കൂടെ പോയതിനു ശേഷം നിന്നെ ഞാനിപ്പോഴാണല്ലോ മകനെ കാണുന്നത്. ഏതാണ്ട് 45 വർഷങ്ങൾക്കപ്പുറമുള്ള കഥ. അന്നത്തെ കൊച്ചു കണ്ണൻ ഉണ്ണി അല്ലല്ലോ മകനെ നീ ഇപ്പോൾ. എങ്കിലും നീ എത്ര വലുതായാലും എൻ്റെ പൊന്നോമന കണ്ണൻ തന്നെയാണ്. നീ വലുതായി, കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, രാജാക്കന്മാരെല്ലാവരും നിന്നെ വന്ന് കണ്ട് പൂജിക്കുന്നു. ദ്വാരക എന്ന രാജ്യം നീ ഉണ്ടാക്കി. എല്ലാം അമ്മ അറിയുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ട് സന്തോഷിച്ച് കാലം കഴിക്കുകയായിരുന്നു അമ്മ ഇത്ര കാലം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മകനെ ആലിംഗനം ചെയ്യുകയാണ് യശോദാറാണി. അമ്മയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കൃഷ്ണൻ അമ്മയെ സമാധാനപ്പെടുത്തി. കണ്ണൻ അമ്മയോട് പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? കേട്ടുകൊള്ളുക. അമ്മേ, സങ്കടപ്പെടാതിരിക്കൂ. അമ്മയെ ഞാൻ മറന്നിട്ടില്ല, മറക്കുകയുമില്ല. എൻ്റെ ഹൃദയത്തിൽ ഏതു സമയവും അമ്മയുടെ ചിന്തയാണ്, അമ്മയുടെ മുഖമാണ്, അമ്മയുടെ സ്നേഹമാണ്. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അമ്മേ. അമ്മയെ വന്നു കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ പ്രസവിച്ചത് അമ്മയല്ല എങ്കിലും എന്നെ വളർത്തിയതും രക്ഷിച്ചതും അമ്മയല്ലേ. അമ്മയുടെ പാലും വെണ്ണയുമാണ് എൻ്റെ ശരീരം. ഇതെല്ലാം എനിക്ക് മറക്കുവാൻ കഴിയുമോ? അമ്മയെ സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഉദ്ധവരെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരുന്നത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അന്ന് അമ്മ ഉദ്ധവരുടെ കയ്യിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി കൊടുത്തയച്ച വെണ്ണ ഞാനത് 2 കുത്തായി വാരി തിന്നമ്മേ. അതൊക്കെ ഞാൻ എങ്ങനെ മറക്കും? അമ്മ കരയാതിരിക്കൂ. അമ്മയുടെ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഞാനിപ്പോഴും. എന്നും ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് കണ്ണൻ അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കുകയാണ്. യശോദയും കൃഷ്ണനും തമ്മിലുള്ള സമാഗമം. അമ്മ മകനെ മടിയിലിരുത്തിക്കൊണ്ട് കണ്ണുനീർ വാർക്കുന്നതും മകൻ അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കുന്നതുമെല്ലാം ദേവകിയും കൃഷ്ണൻ്റെ ഭാര്യമാരും അകലത്തിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അവർ സാവധാനം യശോദയുടെ അരികിൽ വന്നു നിന്ന് തൊഴുതു. ദേവകി തൻ്റെ പുത്രൻ്റെ ഭാര്യമാരോടായി ഇങ്ങനെ പറഞ്ഞു: മക്കളെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയാണിത്. ഞാൻ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുണ്യവതിയാണ് അവനെ വളർത്തിയത്. 1000 ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ത്യാഗിനിയായ പുണ്യമാതാവാണ് ഇവൾ. അമ്മയെ നമസ്കരിക്കൂ. ഇങ്ങനെ ദേവകി കൃഷ്ണൻ്റെ ഭാര്യമാരോട് പറഞ്ഞു. ആ സമയം കൃഷ്ണൻ യശോദയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് മാറി നിന്നു. അവർ ഓരോരുത്തരും യശോദയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ആ മാതാവ് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വാത്സല്യപൂർവം തഴുകി ചുംബിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മക്കളെ, എനിക്കിതു മതി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരോർമ്മ. ഈ ഓർമ്മയിൽ ഞാൻ ജീവിക്കും. എൻ്റെ മകൻ, അവനെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും പെറ്റമ്മയായി ഞാൻ അവനെ വളർത്തി. എന്നും അവൻ എൻ്റെ ആരോമലുണ്ണി തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ നൽകുന്നു. കൃഷ്ണ, മകനെ, ഇത് മതി മകനെ അമ്മയ്ക്ക്. എനിക്ക് തൃപ്തിയായി. ഇത്രയും നാൾ നിന്നെ കാണാത്ത ദുഃഖമെല്ലാം ഇപ്പോൾ തീർന്നിരിക്കുന്നു. ഞാനിന്ന് സംതൃപ്തയാണ്. മകനെ, കണ്ണ, കുഞ്ഞുനാളിൽ നീ അമ്പാടിയിൽ കിടന്നു കാണിച്ച കളികളെല്ലാം നിന്റെ ഭാര്യമാരെ പറഞ്ഞ് കേൾപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യശോദ വീണ്ടും വീണ്ടും പുത്രപത്നികളെ ചുംബിച്ച് കൃഷ്ണനെയും ചുംബിച്ചു അനുഗ്രഹിച്ചു. ദേവകിയും
യശോദയും രണ്ടമ്മമാർ കെട്ടിപ്പുണർന്നുകൊണ്ട് ആശ്ലേഷിച്ചു. ആ കാഴ്ച സർവജനങ്ങളുടെയും ദൃഷ്ടികളെ ആകർഷിച്ചു. ആരുടെ ദൃഷ്ടികളിലും വെള്ളം നിറയാതിരുന്നില്ല. ഒരു മകൻ്റെ രണ്ടമ്മമാർ, ലോകൈകനാഥൻ്റെ രണ്ട് അമ്മമാർ. ഹരേ കൃഷ്ണ. കൃഷ്ണൻ പിന്നീട് എവിടേക്കാണ് പോയത്? ഗോപസ്ത്രീകൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് പിന്നീട് കൃഷ്ണൻ പോയത്. അവരുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കുമായിരുന്നില്ല. അവർ കരയുകയായിരുന്നു. തങ്ങളുടെ അമ്പാടിക്കണ്ണനെ നോക്കി ആനന്ദിച്ചുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു. 9-ാം വയസ്സിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ തങ്ങളുടെ ഉണ്ണിക്കണ്ണൻ 4 പന്തീരാണ്ടുകൾ കഴിഞ്ഞാണ് അവർ വീണ്ടും കാണുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ട് അവർക്ക് സന്തോഷമാണോ സങ്കടമാണോ അതോ ഭക്തിയാണോ തോന്നുന്നത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥയായിരുന്നു. ആ ഗോപാംഗനകളുടെ നയനങ്ങളിൽ നിന്നും അനർഘനിർഗളം കണ്ണുനീർ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഭഗവാൻ പറഞ്ഞു അവരോട്, എനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരികളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ എൻ്റെ ഭക്തകളാണ്. നിങ്ങളുടെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്കെന്നെ എന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെയുമുണ്ട്. കൃഷ്ണനില്ലാത്ത ഗോപസ്ത്രീകളും ഗോപസ്ത്രീകളില്ലാത്ത കൃഷ്ണനും ഇല്ല. പിന്നെ നിങ്ങൾ എന്തിന് ഇങ്ങനെ വിരഹത്തെ ഓർത്ത് കരയുന്നു? ഞാനും നിങ്ങളും ഒന്നാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ആ സത്യം അറിഞ്ഞ് നിങ്ങൾ ജീവിക്കൂ. ഞാൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്നുള്ള പരമാർത്ഥം നിങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ ഏറ്റവും വലിയ ഭക്തകളാണ്. കൃഷ്ണഭക്തി കൊണ്ട് മോക്ഷമടയുക എന്നുള്ളതാണ് നിങ്ങളുടെ മുഖ്യമായ ജീവിത ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജനിച്ചത്. എൻ്റെ അത്ഭുത ലീലകൾ മുഴുവനും നിങ്ങളാണ് കണ്ടത്. വൃന്ദാവനത്തിൽ നാം കളിച്ചു ചിരിച്ചു, പലവിധ ലീലകളാടി. അങ്ങനെ ഭക്തിയിൽ കൂടി നിങ്ങൾ എന്നോട് ചേർന്ന് രമിച്ച് പുണ്യവതികളായി തീർന്നു. ഇപ്പോൾ നിങ്ങൾ പോയാലും എന്നെ നിങ്ങൾ വിട്ടുപിരിയുന്നില്ല. ഞാനും നിങ്ങളിൽ നിന്ന് അകലുന്നുമില്ല. എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് സദാസമയവും എന്നെ ഓർത്തുകൊണ്ട് ജീവിതം നിങ്ങൾ ധന്യമാക്കൂ. ഒടുവിൽ നിങ്ങൾ എന്നിൽ തന്നെ വന്ന് വിലയം പ്രാപിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. ഞാനും നിങ്ങളും ഒന്നാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുക എന്നാണ് കൃഷ്ണൻ ഗോപികളോട് പറഞ്ഞത്. അങ്ങനെ ഈ ഗോപസ്ത്രീകൾക്ക് തങ്ങൾ ആരാണ്, തങ്ങൾക്ക് കൃഷ്ണൻ ആരാണ് എന്നുള്ള ആ പുണ്യമായ ജ്ഞാനം ലഭിക്കുകയാണ്. അവരുടെ കണ്ണുനീർ തോർന്നു. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരാളെ കാണാൻ പോവുകയാണ്. ആരെയാണ് കൃഷ്ണൻ കാണാൻ പോകുന്നത്? ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഗോപിക, രാധാറാണി. കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രാധാറാണി ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ രാധാറാണിയുടെ അരികിലേക്ക് കൃഷ്ണൻ പോവുകയാണ്. രാധയെ ഭഗവാൻ കാണുന്നു. അവൾക്കും ഭഗവാൻ ഉപദേശങ്ങൾ നൽകുന്നു. അവളുടെ മനസ്സിൻ്റെ വിഷമം ഭഗവാൻ അകറ്റുന്നു. ഭക്തിയുടെ ശരിയായ അർത്ഥം
അതെന്താണ് എന്ന് കൃഷ്ണൻ രാധയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. രാധയും കൃഷ്ണനും ഒന്നു തന്നെ എന്നുള്ള ബോധ്യം രാധാറാണിക്ക് ഉണ്ടാകുന്നു. പണ്ട് ഉദ്ധവർ വന്ന് കുറച്ച് ഉപദേശങ്ങൾ ഗോപസ്ത്രീകൾക്ക് കൊടുത്തിരുന്നു. അതിനുശേഷം അവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായ ബോധം, ജ്ഞാനം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന മായാമോഹന വിഭ്രാന്തികൾ മുഴുവനും അകന്ന് അവരുടെ ഹൃദയം കൂടുതൽ നിർമ്മലമായി. അവരുടെ ഹൃദയങ്ങളിലുണ്ടായിരുന്ന കളങ്കങ്ങൾ മുഴുവനും ഭഗവാൻ കഴുകിക്കളഞ്ഞു. ഭഗവാന്റെ സ്നേഹം കൊണ്ട് മാത്രം ആനന്ദം സിദ്ധിക്കും എന്നുള്ള ബോധം അവർക്കെല്ലാവർക്കും ഉണ്ടായി. അതിനുശേഷം അവർ ശാന്തരായി കാണപ്പെട്ടു. നന്ദഗോപനെയും കൃഷ്ണൻ സന്ദർശിച്ചു. തൻ്റെ സ്നേഹപ്രകടനങ്ങൾ, സ്നേഹവാക്കുകൾ കൊണ്ട് നന്ദഗോപരെയും അദ്ദേഹം സന്തോഷിപ്പിച്ചു. അതിനുശേഷം രോഹിണിയും ബലരാമനും യശോദയെയും നന്ദഗോപരെയും ചെന്ന് കണ്ട് വണങ്ങി അവരുടെ സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്നത്. 9 വയസ്സിന് ശേഷം. അതിനുശേഷം ഭഗവാന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി ഇല്ലേ? കൊച്ചുമക്കൾ വരെയായി. അതിനുശേഷമാണ് ഭഗവാൻ ഇവരെയൊക്കെ കാണുന്നത്. ഇവർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചതും അപ്പോഴാണ്. പക്ഷേ ഭഗവാൻ 9 വയസ്സിൽ പോയപ്പോൾ അവരുടെ മനസ്സിൽ എങ്ങനെയായിരുന്നോ ഭഗവാൻ ഉണ്ടായിരുന്നത്, അവർക്ക് എന്ത് സ്നേഹമായിരുന്നോ, എത്ര സ്നേഹമായിരുന്നോ ഭഗവാനോടുണ്ടായിരുന്നത്, ഈ 40 വർഷങ്ങൾക്ക് ശേഷവും ആ സ്നേഹത്തിന് 1% പോലും കുറവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർദ്ധിച്ചിട്ടേ ഉള്ളൂ. നമ്മളോ 10 ദിവസം കണ്ടില്ലെങ്കിൽ മറക്കും. അവർക്കങ്ങനെ ആയിരുന്നില്ല. അവർ ജീവിച്ചതും ശ്വസിച്ചതും കളിച്ചതും ഉറങ്ങിയതുമെല്ലാം കൃഷ്ണനെ ഓർത്തുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമകളായ ഭക്തകൾ ആരാണ് ഭഗവാന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപസ്ത്രീകളാണ് എന്ന് നമ്മൾ പറയുന്നത്. കാരണം അവരെന്തിനാണ് കൃഷ്ണനെ സ്നേഹിച്ചത്? അവർക്ക് എന്താണ് ഭഗവാൻ കൊടുത്തത്? ലൗകികപരമായ യാതൊരു നേട്ടവും അവരാഗ്രഹിച്ചിരുന്നില്ല. ഒന്ന് മാത്രമേ അവരാഗ്രഹിച്ചിരുന്നുള്ളൂ. എന്ത്? കൃഷ്ണൻ്റെ സാമീപ്യം, കൃഷ്ണൻ്റെ സ്നേഹം. അതുമാത്രമാണ് അവരാഗ്രഹിച്ചത്. വിരഹവേദനയുണ്ടായിരുന്നു അവർക്ക്, അവർ കരയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ വിരഹം അകന്നിരിക്കുന്നു. കാരണം അവരും കൃഷ്ണനും ഒന്നു തന്നെ ആണ് എന്നുള്ള ആ പരമമായ ബോധം അവർക്കുണ്ടായി. അതിനുശേഷം അവർ പുണ്യവതികളായി തീർന്നു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. വളരെ മനോഹരമായ ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. നിങ്ങളെല്ലാവരും കഥകൾ കേൾക്കുക, മാധവത്തിൻ്റെ കൂടെ ഉണ്ടാവുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അടുത്ത കഥയ്ക്കായി കാത്തിരിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.